ഫെഡറൽ ബാങ്കിൽ അക്കൗണ്ട് ഉള്ളവരാണോ? ഈ വീഡിയോ കാണാതെ പോകരുത്. ഹലോ ഫ്രണ്ട്സ്, ടിപ്ടോക്ക് മലയാളത്തിൻ്റെ ഒരു പുത്തൻ അറിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ഇതാണ്. നിങ്ങൾക്ക് ഫെഡറൽ ബാങ്കിൽ അക്കൗണ്ട് ഉള്ളവരാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ഉറപ്പായും അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഇപ്പോഴത്തെ ഈ ഒരു കോവിഡിൻ്റെ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ബാങ്കുകളിൽ പോകുമ്പോൾ പലപ്പോഴും പലതരത്തിലുള്ള നല്ല രീതിയിലുള്ള തിരക്കുകൾ നമ്മൾ കാണാറുണ്ട്. എന്നാൽ നമുക്ക് നമ്മുടേതായ കാര്യങ്ങളെല്ലാം ചെയ്യാതിരിക്കാനും നിർവാഹമില്ല എന്നൊരവസ്ഥയിലേക്കാണ്. എന്നാൽ നിങ്ങൾ ബാങ്കിൽ പോകാതെ തന്നെ നിങ്ങളുടെ വീടുകളിൽ ഇരുന്നു കൊണ്ട് നിങ്ങളുടെ മൊബൈലോ നിങ്ങളുടെ കമ്പ്യൂട്ടറോ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഫെഡറൽ ബാങ്കിൽ കിട്ടുന്ന ഒരുവിധം എല്ലാ സർവീസുകളും നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ വഴി നിങ്ങളുടെ വീടുകളിൽ ഇരുന്നു കൊണ്ട് തന്നെ ഓൺലൈനായി ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഫെഡറൽ ബാങ്കിൻ്റെ EPOINT എന്ന ആ ഒരു സിസ്റ്റത്തെക്കുറിച്ചാണ്. അപ്പോൾ ഫെഡറൽ ബാങ്കിൻ്റെ EPOINT സിസ്റ്റം എന്തൊക്കെയാണ്, അതിൽ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയും എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ ATM കാർഡിന് റിക്വസ്റ്റ് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്യുക, ഇമെയിൽ അപ്ഡേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ബ്രാഞ്ച് വരെ ഇതിലൂടെ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എല്ലാം ഈസി ആയിട്ട് നിങ്ങൾ ബാങ്കിൽ പോകാതെ തന്നെ ഈ ഒരു തിരക്കൊന്നും ഇല്ലാതെ തന്നെ നിങ്ങളുടെ വീടുകളിൽ ഇരുന്നു കൊണ്ട് നമുക്ക് എങ്ങനെ ഫെഡറൽ ബാങ്കിൻ്റെ EPOINT ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഓരോ കാര്യങ്ങളും ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ കാണുക. എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന ഒരു അടിപൊളി വീഡിയോ ആയിരിക്കും ഇത്. ഇനിയും എൻ്റെ പ്രിയ സുഹൃത്തുക്കളിൽ ആരെങ്കിലും എൻ്റെ ഈ ടിപ്ടോക്ക് മലയാളം എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള നല്ല നല്ല പുത്തൻ അറിവുകൾ നിങ്ങളെ തേടി വീണ്ടും എത്തുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ ഫ്രണ്ട്സ്, അതിനായി നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ ഗൂഗിൾ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം Fed-e-Ponit എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്യുക, അതിനുശേഷം സെർച്ച് ചെയ്യുക. അതല്ലെങ്കിൽ ഞാൻ എൻ്റെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഈ ഒരു ഹോം പേജിലേക്ക് വന്നെത്താൻ സാധിക്കുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് ഈ ഹോം പേജിൽ ആദ്യം കാണാൻ കഴിയുന്നതാണ് എൻ്റർ യുവർ അക്കൗണ്ട് നമ്പർ എന്നവിടെ എഴുതിയിട്ടുണ്ട്. അവിടെ നിങ്ങളുടെ 14 അക്ക ബാങ്കിലെ അക്കൗണ്ട് നമ്പർ നിങ്ങളവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ കാണുന്ന കണ്ടിന്യൂ എന്ന ബട്ടൺ നിങ്ങൾ സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ബാങ്കിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആ ഒരു മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP നമ്പർ വരുന്നതായിരിക്കും. ആ വൺ ടൈം പാസ്വേഡ് നിങ്ങളവിടെ എൻ്റർ ചെയ്യുക. തൊട്ട് താഴെ കാണുന്ന ക്യാപ്ച കോഡ്, ആ ക്യാപ്ച നമ്പർ നിങ്ങളിവിടെ എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം താഴെ കണ്ടിന്യൂ എന്നുള്ള ആ ഒരു ബട്ടൺ നിങ്ങൾ സെലക്ട് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ ഒരു പുതിയൊരു പേജിലേക്ക് പോയിരിക്കുകയാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ് നമ്മുടെ Fed-e-Ponit ബന്ധപ്പെട്ട എല്ലാ കാറ്റഗറികളും അവർ ഓൺലൈനിൽ ചെയ്യുന്ന സർവീസുകളെല്ലാം ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ്. ആദ്യമായി തന്നെ നിങ്ങളുടെ കാണാൻ കഴിയുന്നതാണ് KYC സ്റ്റാറ്റസ് എൻക്വയറി എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നിങ്ങളുടെ KYC, നിങ്ങളുടെ ഡീറ്റെയിൽസ് KYC ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ പറ്റും. അതുപോലെ തന്നെ ഇമെയിൽ അപ്ഡേറ്റ്, അതുപോലെ ഡെബിറ്റ് കാർഡ് ആപ്ലിക്കേഷൻ എന്നുള്ള ഫോം നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ ഡിസ്പ്യൂട്ട് മാനേജ്മെൻറ്റ് പോർട്ടൽ എന്നുള്ള ഓപ്ഷൻ കൂടെ കാണാൻ കഴിയുന്നതാണ്. അതുപോലെ തൊട്ട് താഴെ നിങ്ങൾക്ക് KYC അപ്ലോഡ് എന്ന് കാണാൻ കഴിയും. അതുപോലെ പിന്നീടായിട്ടുള്ളത് ഫിനാൻഷ്യൽ അഡ്വൈസറിയാണ്, അത് നിങ്ങൾക്കവിടെ കാണാൻ കഴിയുന്നതാണ്. അതിനുശേഷം പോസിറ്റീവ് പേ സിസ്റ്റം നിങ്ങൾക്കവിടെ കാണാൻ കഴിയും. വീണ്ടും പ്രൊഫൈൽ മോഡിഫിക്കേഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഫോം 15G അത് ടാക്സുമായി ബന്ധപ്പെട്ടതാണ്. അതുപോലെ തന്നെ ഡീആക്റ്റീവ് ഇമെയിൽ അഡ്രസ്സ് നിങ്ങൾക്ക് ആക്റ്റീവ് ചെയ്യുകയോ ഡീആക്റ്റീവ് ചെയ്യുകയോ ചെയ്യാൻ കഴിയുന്നതാണ്. അതുപോലെ വീണ്ടും ആധാർ അപ്ഡേറ്റ്, പാൻ കാർഡ്, ആധാർ കാർഡ് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം. അടുത്തത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ് ചേഞ്ച് യുവർ ബ്രാഞ്ച്. നിങ്ങളുടെ ബ്രാഞ്ച് നിങ്ങൾക്ക് ഓൺലൈൻ വഴി ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. അവസാനമായി ആക്റ്റീവ് ആൻഡ് ഡീആക്റ്റീവ് ഫിസിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് Fed-e-Ponit ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ഓരോന്നായി നോക്കുകയാണ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതിനെക്കുറിച്ച്. അതിൽ ആദ്യമായിട്ടുള്ളത് KYC സ്റ്റാറ്റസ് എൻക്വയറി എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അത് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ആൾറെഡി KYC നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത് KYC കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ആയിരിക്കും കാണിക്കുക. KYC കംപ്ലീറ്റഡ് എന്നായിരിക്കും കാണിക്കുക. ഞാനിവിടെ KYC കംപ്ലീറ്റ് ചെയ്തതുകൊണ്ടാണ് KYC കംപ്ലീറ്റഡ് എന്ന് കാണിക്കുന്നത്. പിന്നീടുള്ളത് അപ്ഡേറ്റ് ഇമെയിൽ അഡ്രസ്സ് എന്നുള്ളതാണ്. ഇമെയിൽ ID, നിങ്ങളുടെ ഇമെയിൽ ID വേണമെങ്കിൽ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. അത് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പുതിയ പോപ്പ് മെസ്സേജ് നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയുന്നതാണ്. പ്ലീസ് എൻ്റർ ദ ഇമെയിൽ ID ടു ബി രജിസ്റ്റേർഡ് ഫ്രം അക്കൗണ്ട് എന്നുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ നിലവിൽ ഉള്ള നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് അവിടെ കാണിക്കുന്നതാണ്. അത് മാറ്റിക്കൊണ്ട് നിങ്ങൾക്ക് പുതിയ ഇമെയിൽ അവിടെ എൻ്റർ ചെയ്തതിന് ശേഷം സബ്മിറ്റ് റിക്വസ്റ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് അവിടെ കാണാൻ കഴിയുന്നതാണ്. അപ്ഡേറ്റ് ഇമെയിൽ ID എന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നതാണ്. നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് എന്നിവിടെ കാണാൻ കഴിയുന്നതാണ്. പിന്നീട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നതാണ് ഡെബിറ്റ് കാർഡ് റിക്വസ്റ്റ്. നിങ്ങൾക്ക് ഡെബിറ്റ് കാർഡിനായി റിക്വസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അത് നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ ഇതുപോലെ നിങ്ങളുടെ അവൈലബിൾ കാർഡ്സ് എന്ന് കാണിക്കും. അപ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഡെബിറ്റ് കാർഡുകൾ അവിടെ കാണിക്കുന്നതാണ്. അപ്പോൾ
നിങ്ങൾക്ക് അത് പുതിയത് വേണമെന്നുണ്ടെങ്കിൽ ചൂസ് സ്കീം എന്നുള്ള ഒരു ഓപ്ഷൻ തൊട്ട് താഴെ കാണാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് വിസയുടെ ഒരു കാർഡാണ്. അപ്പോൾ നിങ്ങൾ അത് സെലക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. വിസ അത് നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം താഴെയുള്ള കണ്ടിന്യൂ എന്നുള്ള ആ ഒരു ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്യുക. നാലാമതായി നിങ്ങൾക്കിവിടെ കാണാൻ കഴിയുന്നതാണ് ഡിസ്പ്യൂട്ട് മാനേജ്മെൻറ്റ് പോർട്ടൽ എന്നുള്ള ഒരു പോർട്ടലുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന ഒരു സർവീസാണിത്. ഇത് നിങ്ങൾ ഓൺലൈൻ വഴി ട്രാൻസാക്ഷൻ നടത്തിയിട്ടുള്ള ഏത് തരം ട്രാൻസാക്ഷനും, ATM ആയിക്കോട്ടെ, നിങ്ങൾ ഫെഡ്-നെറ്റോ ഫെഡ് മൊബൈലോ അതുപോലെ തന്നെ നിങ്ങൾ ഓൺലൈൻ ട്രാൻസാക്ഷൻ എല്ലാം നടത്തിയിട്ടുള്ളവരാണെങ്കിൽ അതിൽ ഏതെങ്കിലും തരത്തിലുള്ള എററുകൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്കിവിടെ ഡിസ്പ്യൂട്ട് ചെയ്യാവുന്നതാണ്. ഡിസ്പ്യൂട്ട് മാനേജ്മെൻറ്റ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പുതിയൊരു പേജ് ഓപ്പണായി വരുന്നതാണ്. ലോ ഡിസ്പ്യൂട്ട് എന്നുള്ള ഓപ്ഷൻ നിങ്ങളിവിടെ കാണാൻ കഴിയുന്നതാണ്. അതുപോലെ നമ്മുടെ ഡിസ്പ്യൂട്ടിൻ്റെ സ്റ്റാറ്റസും നിങ്ങൾക്കിവിടെ അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ കംപ്ലയിൻറ്റ് ചെയ്യേണ്ടവരാണെന്നുണ്ടെങ്കിൽ ഒരു ഡിസ്പ്യൂട്ട് എന്നുള്ള ഒരു ഭാഗം സെലക്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു പുതിയ പേജ് ഓപ്പൺ ആവുന്നതാണ്. ഇവിടെ നിങ്ങളുടെ സെലക്ട് ചാനൽ, ഏത് ചാനൽ വഴിയാണ് നിങ്ങൾ പൈസ അയച്ചിട്ടുള്ളത് എന്നുള്ളതിനെക്കുറിച്ച് ഇവിടെ നോക്കുക. ഇവിടെ നിങ്ങൾ കാണാൻ കഴിയുകയാണ് ATM, ഭാരത് QR, ഇ-കൊമേഴ്സിൽ, ഫെഡ് മൊബൈൽ, ഫെഡ്-നെറ്റ്, IMBS, POS, UPI അങ്ങനെ പലതരത്തിലുള്ള ട്രാൻസാക്ഷനെല്ലാം അവിടെ കാണിക്കുന്നുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള എററുകൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഡിസ്പ്യൂട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഞാനിവിടെ UPI എന്നുള്ള UPI ട്രാൻസാക്ഷൻ സെലക്ട് ചെയ്യുന്നു. തൊട്ട് താഴെ ആൻസർ ക്വസ്റ്റ്യൻ എന്നുള്ളൊരു ഓപ്ഷൻ വന്നതായി നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ്. അവർ ചോദിച്ചിരിക്കുന്ന ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം നൽകേണ്ടതാണ്. ആദ്യമായി തന്നെ നിങ്ങൾ ഇവിടെ കാണാൻ കഴിയുന്നതാണ്, നിങ്ങൾ അയച്ച ട്രാൻസാക്ഷൻ ഫെയിൽഡ് ആണ് നിങ്ങൾക്ക് കാണിച്ചിരിക്കുന്നത്. എന്നാൽ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ ഡെബിറ്റ് ആയിട്ടുണ്ട്, പൈസ പോയിട്ടുണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. ഏതാണോ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട രീതി അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഇവിടെ ഞാനത് യെസ് സെലക്ട് ചെയ്യുന്നു. ഇതിൽ ഞാനിവിടെ സെലക്ട് ചെയ്യുന്നത് നാലാമതായിട്ടുള്ള ട്രാൻസാക്ഷൻ എമൗണ്ട് നോട്ട് ക്രെഡിറ്റ് ടു ബെനിഫിഷ്യറി അക്കൗണ്ട് എന്നുള്ളൊരു ഓപ്ഷനാണ്. അപ്പോൾ ഞാനത് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം തൊട്ട് താഴെ കാണുന്ന ഡേറ്റ്, ഞാൻ ട്രാൻസാക്ഷൻ നടത്തിയ ഡേറ്റ് ഏതാണോ ആ ഡേറ്റ് നിങ്ങൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ കാണുന്ന സബ്മിറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സബ്മിറ്റ് ആവുന്നതാണ്. അപ്പോൾ അതിൻ്റെ സ്റ്റാറ്റസും കാര്യങ്ങളും നമുക്ക് മുകളിൽ അറിയാൻ സാധിക്കുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്തതായി നമുക്ക് ചെയ്യാനുള്ളത് അപ്ലോഡ് യുവർ KYC എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങളിവിടെ കാണാൻ കഴിയുന്നതാണ്. ഇവിടെ KYC സ്റ്റാറ്റസ് Y എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് KYC സ്റ്റാറ്റസ് യെസ് ആണ്, N ആണെന്നുണ്ടെങ്കിൽ നോ. അപ്പോൾ അത് തൊട്ട് താഴെ തന്നെ സ്റ്റാർ കൊടുത്ത് അവിടെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്കത് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. നിങ്ങൾ സ്വന്തമായിട്ട് അറ്റസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു അഡ്രസ്സിൻ്റെ പ്രൂഫായിട്ടുള്ള ഒരു ID നിങ്ങൾ അവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അത് ഇല്ലാത്തവരാണെങ്കിൽ, ഉള്ളവരാണെങ്കിൽ Y എന്നുണ്ടാവും. ആൾറെഡി നിങ്ങൾ അത് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടോയെന്നുണ്ടെങ്കിൽ അത് ഓക്കെയാണ്. പിന്നീട് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ് ഫിനാൻഷ്യൽ അഡ്വൈസറി. അത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ളതാണ്. പിന്നീടുള്ളതാണ് പോസിറ്റീവ് പേ സിസ്റ്റം. ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു വിശദമായൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോയുടെ മുകളിൽ ഒരു ഐ ബട്ടണിൽ അത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവരാണെങ്കിൽ ഇത് കാണാം. 50,000 രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ ട്രാൻസാക്ഷനും നിങ്ങളുടെ ഡീറ്റെയിൽസ് ബാങ്കിൽ മുൻകൂട്ടി തന്നെ കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഇതുപോലുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ, അത് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഇതുപോലൊരു ഓപ്ഷൻ കാണുന്നതാണ്. അവിടെ ന്യൂ എൻട്രി എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുക. ന്യൂ എൻട്രി സെലക്ട് ചെയ്ത് അപ്പോൾ ഇവിടെ ചോദിക്കുന്നൊരു ചെക്ക്, നമ്മൾ കൊടുത്തിരിക്കുന്ന ആ ചെക്കിൻ്റെ ഡേറ്റ്, ചെക്കിൻ്റെ നമ്പർ, ട്രാൻസാക്ഷൻ കോഡ്, അക്കൗണ്ട് നമ്പർ, അതുപോലെ തന്നെ ചെക്കിന് എമൗണ്ട്, ഇഷ്യൂ ഡേറ്റ്, അതുപോലെ ഷോർട്ട് അക്കൗണ്ട് നെയിം, ഇതെല്ലാം നമ്മളവിടെ എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന 50,000 രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ ചെക്കുകളും കൊടുക്കുമ്പോൾ നമ്മൾ ഇതുപോലെ ഓൺലൈൻ വഴി ചെയ്ത് കഴിഞ്ഞാൽ ആരാണോ ഇതുമായി ബാങ്കിലേക്ക് ചെല്ലുന്നത്, അപ്പോൾ ആ ചെക്കും നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിലും തമ്മിൽ അവർ ക്രോസ് ചെക്ക് ചെയ്യുകയും അത് കറക്റ്റ് ആണെങ്കിൽ മാത്രമേ ആ ചെക്ക് പാസ്സാവുകയുള്ളൂ എന്നുള്ള ഒരു സിസ്റ്റമാണ് പോസിറ്റീവ് പേ സിസ്റ്റം. അപ്പോൾ അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണത്. പിന്നീട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നതാണ് അപ്ഡേറ്റ് പ്രൊഫൈൽ മോഡിഫിക്കേഷനാണ്. നിങ്ങളുടെ പ്രൊഫൈൽ നിങ്ങൾ സെലക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്കത് വേണ്ട രീതിയിൽ മോഡിഫിക്കേഷൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അടുത്തതായിട്ടുള്ളത് ഫോം 5G എന്നുള്ളത്, അത് ടാക്സുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ വലിയ ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സർവീസാണത്. അപ്പോൾ അത് ആവശ്യമുള്ളവർ അത് സെലക്ട് ചെയ്യുക. പിന്നീടുള്ളത് ആക്റ്റീവ് ഓർ ഡീആക്റ്റീവ് ഇമെയിൽ. നിങ്ങളുടെ ഈ ഇമെയിൽ സർവീസ് വേണോ വേണ്ടയോ എന്നുള്ളതിനെക്കുറിച്ചാണ് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്യുക. ആവശ്യമുണ്ടെങ്കിൽ ആക്റ്റീവ് ചെയ്യുക, ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡീആക്റ്റീവ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ കാണാൻ കഴിയുന്നതാണ് ആക്റ്റീവ് ഡീആക്റ്റീവ് എന്നുള്ള ആ ഒരു ഇമെയിൽ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ എടുക്കുമ്പോൾ നമ്മുടെ കസ്റ്റമർ ഐഡിയും കസ്റ്റമർ നെയിമും അതുപോലെ തന്നെ നമ്മുടെ മൊബൈൽ നമ്പറും നമ്മൾ കൊടുത്തിരിക്കുന്ന ഇമെയിൽ അഡ്രസ്സും എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഇമെയിൽ ID ആക്റ്റീവാണ്. അപ്പോൾ തൊട്ട് താഴെ കാണാൻ കഴിയുന്നതാണ് ഡീആക്റ്റീവ് ഇമെയിൽ സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ള ഓപ്ഷൻ ഞാൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡീആക്റ്റീവ് ആവുകയും ചെയ്യുന്നതാണ്. പിന്നീടുള്ളത് പാൻ ഓർ ആധാർ അപ്ഡേറ്റ് എന്നുള്ള ഓപ്ഷനാണ്. അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ പാൻ കാർഡോ ആധാർ കാർഡോ അപ്ഡേറ്റ് ചെയ്യാത്തവരാണെങ്കിൽ
അത് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക. ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ് എൻ്റെ സ്റ്റാറ്റസ് വൈ എന്നാണ്. യെസ് അതേ കൊടുത്തിരിക്കുകയാണ്. അതല്ല എന്നാണ് കാണിച്ചിരിക്കുന്നതെന്നുണ്ടെങ്കിൽ തൊട്ട് താഴെ എഴുതിയിരിക്കുന്നത് പോലെ തന്നെ നിങ്ങൾ സെൽഫ് അറ്റസ്റ്റ് ചെയ്തുകൊണ്ട് പാൻ കോപ്പി നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. നിങ്ങളൊരു വെള്ള പേപ്പറിൽ ഫോട്ടോ എടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ഒരു ഒപ്പ്, ഒരു സൈൻ അവിടെ ചെയ്യുക. അതിനുശേഷം അത് നിങ്ങൾ മൊബൈലിലോ സ്കാനറോ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇത് അപ്ലോഡ് ചെയ്ത് പാൻ കാർഡ് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ പാൻ കാർഡ് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാനായി നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ ഇതുപോലുള്ളൊരു പുതിയൊരു ഓപ്ഷൻ ഇവിടെ വരുന്നതായി നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ്. എൻ്റർ OTP എന്നുള്ള നിങ്ങൾ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP നമ്പർ വരും. ആ OTP നമ്പർ നിങ്ങളവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സബ്മിറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുക. പ്രൊസീജിയർ അത് നിങ്ങൾ എന്താണോ അത് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക. പിന്നീടുള്ളത് പലർക്കും ഗുണകരമായിട്ടുള്ള ഒരു സംഭവമാണ്. നിങ്ങളുടെ ബ്രാഞ്ച് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങളുടെ കറണ്ട് ബ്രാഞ്ച് ഏതാണോ അത് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഉദാഹരണത്തിന് നിങ്ങൾ എറണാകുളത്തോ തിരുവനന്തപുരത്തോ ജോലിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സാഹചര്യങ്ങളിൽ താമസിക്കുകയും അവിടെ നിന്ന് അടുത്തുള്ള ബാങ്കിൽ നിന്ന് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയും അതിനുശേഷം നിങ്ങൾ സ്ഥലം മാറി പോവുകയും മറ്റുള്ള ഏതെങ്കിലും ഡിസ്ട്രിക്റ്റിലോ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് Fed-e-Ponit എന്നുള്ള ഈ ഒരു ഓൺലൈൻ വഴി നിങ്ങൾക്ക് ബാങ്കിൽ പോകാതെ തന്നെ നിങ്ങളുടെ ബ്രാഞ്ച് നിങ്ങൾക്ക് പുതിയ സ്ഥലത്തുള്ള ബ്രാഞ്ച് സെലക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ബ്രാഞ്ച് ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ ബ്രാഞ്ച് ചേഞ്ച് ചെയ്യുമ്പോൾ നിങ്ങളുടെ നിലവിലുള്ള പാസ്ബുക്കിലുള്ള അക്കൗണ്ട് നമ്പർ സെയിം തന്നെ ആയിരിക്കുമെങ്കിലും നിങ്ങളുടെ IFSC കോഡ് മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ബ്രാഞ്ച് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ലേറ്റസ്റ്റ് അക്കൗണ്ട് ഡീറ്റെയിൽസ് എന്ന് ഇവിടെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ കറണ്ട് ബ്രാഞ്ച് ഏതാണെന്നുള്ളത് അവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അക്കൗണ്ട് നമ്പറും കാണിക്കുന്നുണ്ട്. തൊട്ട് താഴെയായിട്ട് റീസൺ ചോദിക്കുന്നുണ്ട്. എന്തുകൊണ്ട് നിങ്ങൾ ഈ ബ്രാഞ്ച് ചേഞ്ച് ചെയ്യുന്നു എന്നുള്ളതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. അതിനുള്ള ആൻസർ നിങ്ങളിവിടെ കൊടുക്കുക. അതിനുശേഷം സെലക്ട് ന്യൂ ബ്രാഞ്ച് എന്നുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കേരളത്തിലെ നിങ്ങൾക്ക് എവിടെയാണോ ബ്രാഞ്ച് ചേഞ്ച് ചെയ്യേണ്ടത്, ഏത് ബ്രാഞ്ചിലേക്കാണോ മാറേണ്ടത് ആ ബ്രാഞ്ച് നിങ്ങൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ കാണുന്ന സബ്മിറ്റ് എന്നുള്ള ആ ഒരു ബട്ടൺ നിങ്ങൾ സെലക്ട് ചെയ്യുക. അവസാനമായുള്ളത് ആക്റ്റീവ് ആൻഡ് ഡീആക്റ്റീവ് ഫിസിക്കൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. നിങ്ങൾക്ക് സ്റ്റേറ്റ്മെൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഫിസിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്യുക. ഇപ്പോൾ ആക്റ്റീവ് ആൻഡ് ഡീആക്റ്റീവ് ഫിസിക്കൽ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ള ഓപ്ഷൻ ഇവിടെ കാണാം. നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു മെസ്സേജ് കാണുന്നതാണ്. അവിടെ നിങ്ങളുടെ അക്കൗണ്ട് നമ്പറുണ്ട്, കോൺടാക്റ്റ് കസ്റ്റമർ ID ഉണ്ട്, നമ്മുടെ കസ്റ്റമറിൻ്റെ മൊബൈൽ നമ്പർ, കസ്റ്റമറിൻ്റെ പേര് ഇതെല്ലാം ഇവിടെ കാണാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ ഫിസിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് നോട്ട് രജിസ്റ്റേർഡ് എന്നാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. അതിപ്പോൾ ഞാൻ രജിസ്റ്റർ ചെയ്തിട്ടില്ല. ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ആക്റ്റീവ് ഫിസിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ തൊട്ട് താഴെ കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ നിങ്ങൾ അത് സെലക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്കത് ആക്റ്റീവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് Fed-e-Ponit ബന്ധപ്പെട്ടിട്ടുള്ള സർവീസുകൾ. അപ്പോൾ എല്ലാവർക്കും പ്രയോജനപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾ കാര്യങ്ങളെല്ലാം കണ്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള നല്ല നല്ല പുത്തൻ അറിവുകൾ വീണ്ടും എത്തണമെന്നുണ്ടെങ്കിൽ ടിപ്ടോക്ക് മലയാളം എന്ന എൻ്റെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഒരു പുത്തൻ നല്ല അറിവുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ. Action.